20-ാം നൂറ്റാണ്ട് എന്നാൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ കാലം. അനിവാര്യമായ ധാരാളം പ്രസ്ഥാനങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക ഇന്തിഹാർ, ടെററിസം അല്ല, ഭീകരവാദമല്ല. പകരം ഒരുപാട് ഇന്തിഹാർ, ഒരു പുണർച്ച ലോകത്ത്, മുസ്ലിം ലോകത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം തുർക്കി ഖിലാഫത്ത് നഷ്ടപ്പെട്ടു പോയത്. തുർക്കി ഖിലാഫത്ത് നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ എന്തിനും അവർ പോന്നവരാണ് എന്നൊരു ധാരണ മുസ്ലിം ലോകത്തുണ്ടായിരുന്നു. ഒരു നിലക്ക് അങ്ങനെ ആവുകയും ചെയ്തിരുന്നു. പക്ഷേ 1-ാം ലോക മഹായുദ്ധം 1917 അവസാനിച്ചപ്പോൾ തുർക്കി ഖിലാഫത്ത് അശേഷം നഷ്ടപ്പെട്ടു, വീണു. തുർക്കി ഖിലാഫത്തിന്റെ കാലം എന്നാൽ AD 15-ാം നൂറ്റാണ്ട് മുതൽ AD 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ഇസ്ലാമിക സമൂഹത്തിനെ ഒരു മാതാവ് തന്റെ കാൽവണ്ണകൾക്കിടയിൽ കുഞ്ഞിനെ പോറ്റും പോലെ പോറ്റിയ ഒരു മഹത്തായ ഖിലാഫത്തായിരുന്നു അത്. ചില ചാബല്യങ്ങൾ ഒരു രാജസദസ് എന്ന നിലയിൽ, ഒരു രാജകുടുംബം എന്ന നിലയിൽ അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അതിന്റെ ശരിതെറ്റുകളെ വീക്ഷിക്കാനോ വിചാരണ ചെയ്യാനോ ഒരുമ്പെടുകയല്ല. എന്നാൽ AD 15-ാം നൂറ്റാണ്ട് മുതൽ AD 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെയുള്ള കാലഘട്ടത്തിൽ മുസ്ലിം ലോകത്തിന് ഒരു വല്ലാത്ത ശക്തി നൽകാൻ ഈ ഊർജത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യൂറോപ്യർ ഒരു വൻ ചതിയിലൂടെ തകർത്ത് കളഞ്ഞു. അപ്പോൾ മുസ്ലിം ലോകത്തെ സാത്വികരും സാലിഹ്യങ്ങളുമായ ആളുകൾ ചടകുടഞ്ഞെണീറ്റു. ഇങ്ങനെ ഇരുന്നാൽ എല്ലാ അടിത്തറയും നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നന്മയുടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിപ്പോയത്. എവിടെ? ഞാൻ ഏതെങ്കിലും ഒരു നാടിനെ പറയുകയല്ല, എല്ലാ നാടിനും എന്തായിരുന്നു ലക്ഷ്യം അല്ലാഹുവായിരുന്നു. എന്നാൽ ഈ പ്രസ്ഥാനങ്ങളിലെ വലിയ ഒരു പങ്ക്, ഇന്നത് എന്നല്ല ഞാൻ പറയുന്നത്, ഒരു വലിയ പങ്കിൽ നന്മ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വിശ്വാസം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക. എന്താ കാരണം? ഒറ്റ കാരണമാണ് ഈ ആയത്തിൽ. اصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا. ഈ ആയത്ത് വളരെ ചർച്ച ചെയ്യേണ്ട ആയത്താണ്. നാം മുസ്ലിമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മുസ്ലിം ആവില്ല. നാം ഈമാൻ കാര്യം പഠിച്ചത് കൊണ്ട് മുസ്ലിം ആവില്ല. ഈമാൻ കാര്യം അക്കാദമിക്കൽ സ്റ്റഡീസിൽപ്പെട്ടതാണ്. അത് പഠിച്ചാലേ 2-ാം ക്ലാസ് 3-ാം ക്ലാസ്സിൽ പരീക്ഷ ജയിക്കൂ. അപ്പൊ നമ്മൾ പഠിക്കും. 4-ാം ക്ലാസ്സിൽ നമുക്കിത് കിട്ടും. 5-ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയിലും നമുക്കത് അറിയും. പിന്നെ 10-ാം ക്ലാസ്സിലും അറിയും. അത് 12-ാം ക്ലാസ്സിലും അറിയും. പിന്നെ മൊലിയരായി, തഹസീലായി, ഖാസിമിയായി, ദാരിമിയായി, ബാക്കവിയായാൽ ഈമാൻ കാര്യം അറിയില്ല എന്ന് പറഞ്ഞത് ഒരു മോശമല്ലേ? അങ്ങനെ അറിയാതിരിക്കൂലല്ലോ. 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ ഈമാൻ കാര്യം അറിയും. അപ്പോൾ ഈമാൻ കാര്യം അറിയും. ഈമാൻ കാര്യം അറിയലും ഈമാൻ ഉണ്ടാകലും രണ്ട്. ചിലപ്പോൾ ഒരാൾക്ക് ഈമാൻ കാര്യം 1, 2 എന്നെണ്ണാൻ 6 കാര്യം എണ്ണം കഴിഞ്ഞോളന്നില്ല. അതേ സമയത്തൊക്കെ ഈമാൻ ഉണ്ടാവും. ഒരാൾക്കോ എണ്ണാനൊക്കെ കഴിയും. അക്കാദമിക്കൽ സ്റ്റഡീസിൽ 10 മാർക്ക് വാങ്ങും. പക്ഷെ ഈമാൻ ഉണ്ടാവില്ല. ഈമാൻ കാര്യം അറിയലും ഈമാൻ ഉണ്ടാകലും രണ്ടാണ്. എന്താണ് ഈമാൻ? ഈമാൻ എന്നാൽ ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹു രൂഢമൂലമാകലാണ്. ഖൽബുൽ മുഅ്മിനി അർശുർ റഹ്മാൻ. മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ അർശാണ്. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. ഇതന്നെ അതാണ് ഈമാൻ. അപ്പൊ മലക്കൽ വിശ്വാസം വേണ്ടേ? ഇതുണ്ടായ മലക്കൽ വിശ്വാസം. മുർസലിംഗ് വിശ്വാസം വേണ്ടേ? ഇതുണ്ടെങ്കിൽ ഉണ്ട്. കിതാബിൽ വിശ്വാസമല്ലേ ഉണ്ടാവേണ്ടേ? ഇതുണ്ടായ അതുണ്ട്. അല്ലെങ്കിൽ കിതാബ് ഉണ്ടാവും, കിതാബിൽ വിശ്വാസം ഉണ്ടാവും. കിതാബ് പഠിക്കും, കിതാബിൽ വിശ്വാസം ഉണ്ടാവില്ല. കിതാബ് പഠിക്കും, കിതാബിൽ വിശ്വാസം ഉണ്ടാവില്ല. ഒരാ കിതാബ് പഠിച്ചിട്ടില്ല, പക്ഷെ കിതാബിൽ വിശ്വാസം ഉണ്ടാവും. അത് രണ്ടാണ്. കിതാബ് പഠിക്കൽ വില കൊടുത്തിട്ട് ചിന്തിക്കണം. കിതാബ് പഠിച്ചതുകൊണ്ട് കിതാബിൽ വിശ്വാസം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കിതാബ് കണ്ടിട്ടേ ഇല്ല, ബിസ്മി പോലും പഠിച്ചിട്ടില്ലാത്ത ആളുകളുടെ ഈമാൻ എത്ര വലുതായിരുന്നു. ബിസ്മി പഠിച്ചില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, എന്റെ ഓർമ്മ, സുബഹിയുടെ വഖത്ത് കഴിഞ്ഞ് മുസ്ലിമായ ഒരു മനുഷ്യൻ ളുഹറിന്റെ മുമ്പ് മരിച്ചുപോയി. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞില്ലേ? കഴിഞ്ഞ ക്ലാസ്സിലല്ലേ പറഞ്ഞു? അവിടെ ഇമാം മുസ്ലിമിനെ പോലെയുള്ള മഹത്തുക്കൾ ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് കൊടുത്തത് വലം യസ്ജുദു ലില്ലാഹി സജദത
സജദതൻ വാഹിദ. 2 സുജൂദ് പോയിട്ട് 1 സുജൂദ് ചെയ്തിട്ടില്ല. പക്ഷേ ഈമാൻ എത്രയാണ്? ഈമാൻ ഉണ്ടാകൽ എന്നാൽ ഖൽബിൽ അല്ലാഹു നിറയലാണ്. അതന്നെ ഇപ്പൊ പാടിയതിന്റെ അർത്ഥം. മാഫി ഖൽബി ഗൈറുല്ലാഹ്. എന്റെ കൽബിൽ ഒരു ഗൈറുമില്ല, അല്ലാഹ് അല്ലാത്ത ഗൈറ് ഇല്ല, ഒന്നുമില്ല. ഹിക്കമിനെ ലോകത്തെ ഏറ്റവും ജനകീയമാക്കിയ കിതാബാണ് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇഖാമുൽ ഹിമമിൽ നിന്ന് ഞാൻ വായിക്കാം. ഹിക്കമിന്റെ ലോകത്തെ വ്യാഖ്യാനങ്ങളിൽ ഏറെ പ്രധാനമാണ് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇഖാമുൽ ഹിമം. ഹിക്കമിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ലോകത്ത് ഒരുപാട് കിതാബുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബുകളിൽ ഒന്നാണ് ഇഖാൽ. മഹാനായ സൂഫിയും ചിന്തകനും വലിയ മഹാനുമായിരുന്ന ഇബ്നു അജീബ റളിയല്ലാഹു അൻഹുവിന്റെ അഹ്മദ് ഇബ്നു അജീബ റളിയല്ലാഹു അൻഹുവിന്റെ ഇഖാലുൽ ഹിമമിൽ നിന്ന് ഞാൻ വായിക്കാം. വസുഇല അബൂ സൽമാൻ ദറാനി അൻ അഫ്ളലി മാ യുതഖറബു ബിഹി ഇലല്ലാഹ്. അല്ലാഹു തആല കൊടുത്ത് ചിന്തിക്കണം. വസുഇല ചോദിക്കപ്പെട്ടു, അബൂ സൽമാൻ ദറാനി എന്ന മഹാനോട് ചോദിക്കപ്പെട്ടു, എന്ത്? അൻ അഫ്ളലി മാ യുതഖറബു ബിഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ അവസ്ഥ എന്താണ്, അമൽ എന്താണ്, കാര്യം എന്താണ് എന്ന് പ്രഗൽഭ മഹാനായ സൂഫിയായ വലിയ ആരിഫായ അബൂ സൽമാൻ ദറാനി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു. അൻ അഫ്ളലി മാ യുതഖറബു ബിഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം എന്താണ് എന്ന് ആദ്യം നമുക്ക് ചെയ്യാലോ. അതെന്താണ് മഹാനെ? ചോദ്യം മനസ്സിലായില്ലേ? പറയും ബേക്കിൽ കേൾക്കണില്ലേ? മനസ്സിലാവണില്ലേ? ചോദ്യം എന്താ? ചോദ്യം അല്ലാഹുവിലേക്ക് പറ അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം അൻ അഫ്ളലി മാ യുതഖറബു ബിഹി ഇലല്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ഏറെ അടുക്കാൻ പറ്റും. അങ്ങനത്തെ ഏറ്റവും വലിയ കാര്യം എന്ത് എന്ന് അബൂ സൽമാൻ ദറാനി റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടതായി ഈ ഖാലിൽ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഫഖാല, അപ്പോൾ പ്രഗൽഭ മഹാനായ സൂഫിയായ അബൂ സൽമാൻ ദറാനി തങ്ങൾ പറഞ്ഞു, അഖറബു മാ യുതഖറബു ബിഹി ഇലല്ലാഹ് അൻ യത്ലി അലാ ഖൽബിക വലാ യുരീദു ദുനിയാ വലൽ ആഖിറത സിവാ. അല്ലാഹുവേ, അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ പറ്റിയ ഒരു കാര്യം എന്തെന്നാൽ അല്ലാഹു വെളിവാവുക അലാ ഖൽബിക, നിന്റെ ഹൃദയത്തിന്റെ മേൽ. ചിന്ത എന്ത്? അല്ലാഹ് വഹുവ, ഇവൻ, ഈ വ്യക്തി, അവന്റെ കൽബിൽ അല്ലാഹു എന്നത് വെളിവായിട്ടുണ്ട്. ലാ യുരീദു ബിഹി ദുനിയ വലാ ബിൽ ആഖിറ. നീ അതുകൊണ്ട് ദുനിയ ഉദ്ദേശിക്കണില്ല, ആഖിറ ഉദ്ദേശിക്കണില്ല, സിവാ അല്ലാഹ്. എന്തിനാ? മനസ്സിലായില്ല. ആഖിറ ഉദ്ദേശിക്കണില്ല, സ്വർഗം പോലും ഉദ്ദേശിക്കണില്ല. ഏറ്റവും അഫ്ളൽ അവസ്ഥ അതാണ്. അവന്റെ കൽബിൽ ആരേ ഉള്ളൂ, സ്വർഗം പോലും ഇല്ല. എന്താ അവന്റെ കൽബിലുള്ളത്? അല്ലാഹ്. ദുനിയാവും ഇല്ല, ആഖിറവും ഇല്ല, ഒന്നുമില്ല. അല്ലാഹ്. എന്റെ റബ്ബിനോട് കൽപ്പിച്ചു, അത് ഞാൻ ചെയ്യുന്നു. എന്തിന്? റബ്ബ് കൽപ്പിച്ചോണ്ട്. സ്വർഗം കിട്ടാനില്ല, സ്വർഗം കിട്ടണ്ടേ? അതവൻ തീരുമാനിക്കട്ടെ. കിട്ടൂലേ? കിട്ടും. മനസ്സിലായോ? ബാപ്പാക്ക് 10 മക്കളുണ്ട്. ഒരുത്തൻ ബാപ്പാനെ നോക്കുന്നു. അനന്തര സ്വത്ത് അവന് കിട്ടൂലേ? അനന്തര സ്വത്ത് അവന് കിട്ടൂലേ? പറ കുട്ടികൾ, അനന്തര സ്വത്ത് കിട്ടൂലേ? അനന്തര സ്വത്ത് ബാപ്പാനെ പോറ്റവനും പോറ്റാത്തവനും കിട്ടുമല്ലേ? എന്താണ് രാവിലെ വന്ന് മിണ്ടാതിരിക്കണ്? അബ്ദുള്ള ഒന്ന് പറയ്. ബാപ്പാനെ പോറ്റിയില്ല, ബാപ്പാനെ പരിചരിച്ചില്ല എന്ന പരിഗണനയൊന്നുമില്ലാതെ അനന്തര സ്വത്ത് കിട്ടുമല്ലേ? കിട്ടും. അർഹനല്ലേ? പറയും മനുഷ്യന്മാരെ, അർഹനാണ്, കിട്ടുകയും ചെയ്യും. ചിലപ്പോൾ ബാപ്പാനെ പോറ്റിയതുകൊണ്ട് കുറച്ചേറെയും കിട്ടാം. ബാപ്പനെ വസിയത്തും ചെയ്യാം. അവൻ എനിക്ക് വേണ്ടിയല്ലേ ചെലവാക്കിയനാണ്. അതുകൊണ്ട് ആ തെക്കേ കണ്ടത്തിലെ 10 സെന്റ് ആരും ഒന്നും പറയണ്ട, അവനോട് കൊടുത്താളി എന്ന് ബാപ്പ വഹിക്കുന്നു പറഞ്ഞേക്കാം. എന്നാൽ ഇവന് അനന്തര സ്വത്ത് പോലും ലക്ഷ്യമില്ല. പോയിട്ട് 10 സെന്റ് പിന്നെയല്ലേ അവന് ലക്ഷ്യം എന്താണ്? അള്ളാഹ് നോക്കലാണ്, ബാപ്പാ നോക്കലാണ്, ഒന്നും ലക്ഷ്യമില്ല.
എന്റെ പിന്നിലും ഉണ്ട്, എന്തുദ്ദേശിച്ചില്ല, എന്തു പാപ്പാന്റെ പൊരുത്തം എന്നതുപോലെ നീ ആ ബാപ്പാനെ പോറ്റുമ്പോൾ അതാണ് വെട്ടിയിട്ടും നേരെ അവിടെ അള്ളാഹ് വെക്കുക. മനസ്സിലായില്ല? ബാപ്പാനെ പോറ്റിയത് എന്തിന്, ബാപ്പാനെ പരിചരിച്ചത് എന്തിന്, ബാപ്പാന്റെ പൊരുത്തത്തിന് വേണ്ടി എന്നുള്ളത് ബാപ്പാന്റെ പൊരുത്തം വിട്ടുക, എന്നിട്ട് അള്ളാഹുന്റെ പൊരുത്തത്തിന് വേണ്ടി. മനസ്സിലായോ? എല്ലാം എല്ലാം ദുനിയാവ് ലക്ഷ്യമല്ല, ആഖിറത്ത് ലക്ഷ്യമല്ല, അള്ളാഹു അല്ലാതെ. ഇതാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ വഴി. ഇതിനേക്കാൾ വലിയ വഴിയില്ല. അബൂ സൽമാൻ അദ്ദാറാനി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ലോക പ്രശസ്ത മഹാനും ആരിഫും സിദ്ദീഖുമായ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു, മുസ്ലിം ലോകം മുഴുവൻ അംഗീകരിക്കുന്ന മഹാനാണ് ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു. അവരുടെ ഈ കളി അവർ ധരിക്കണം. വളരെ അതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ അല്ലാഹു അല്ലാത്ത ഒരു താല്പര്യം എന്റെ കൽബിൽ ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. എന്റെ ഇനി താല്പര്യം ഉണ്ടാവും. നിങ്ങളുടെ കൂട്ടത്തിൽ രോഗമായി ഈ ക്ലാസ്സിൽ വന്നവരുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ക്ലാസ്സിൽ രോഗം കാരണം വന്നവരുണ്ട്. ഈ രോഗം മാറിയില്ല എന്ന് സങ്കല്പിക്കും. എന്നിട്ടെന്താ? മാറി എന്ന് സങ്കല്പിക്കും. എന്നിട്ടെന്താ? ഈ രോഗം മാറി. എന്നിട്ടെന്താ? ഈ രോഗം മാറിയില്ല. എന്നിട്ടെന്താ? എത്ര തീയതി? തീയതി പറയും. 27 ആഗസ്റ്റ് 27, 2030 ആഗസ്റ്റ് 27 മരിക്കാൻ തീരുമാനിക്കപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അവൻ രോഗിയാണെങ്കിലും മരിക്കും. രോഗിയായാലോ? രോഗിയായ സ്വാബിറും കൂടി ആയാൽ സബറിന്റെ കൂലി കൂടും. പണിയെടുക്കാൻ കഴിഞ്ഞ ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ, ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ശമ്പളം കിട്ടും. ഇബാദത്ത്, എനിക്ക് രോഗം മാറിയാൽ ഇബാദത്ത് ചെയ്യാതിരുന്നല്ലോ നിയ്യത്ത് ചെയ്താൽ തന്നെ ഇബാദത്തിന്റെ കിട്ടും, ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാ മരിളൽ അബ്ദു ഔ സാഫറ, ഒരു അടിമ രോഗിയായാൽ അല്ലെങ്കിൽ യാത്ര പോയാൽ കുതിബ മിൻ ഹസ്ഫി ഹസനാതിഹി, അവന്റെ നന്മയിൽ എഴുതപ്പെടും. മകാന യഅമലു മുഖീമൻ സ്വഹീഹ, ആരോഗ്യമുള്ള സമയത്ത് എന്റെ അമൽ ചെയ്തിരുന്നു, ആ അമൽ റെക്കോർഡിൽ എഴുതപ്പെടും. മനസ്സിലായില്ല? ഒരാള് ജമാഅത്തിൽ കൃത്യമായി പങ്കെടുത്തിരുന്നു, പിന്നെ വീണു, രോഗിയായി 20, 25, 35 കൊല്ലം കട്ടിലിൽ കിടന്നു. എന്നാൽ അള്ളാഹിന്റെ അടുക്കൽ 35 കൊല്ലം ജമാഅത്ത് പങ്കെടുത്തിട്ടുണ്ടാവും. മനസ്സിലായോ? ഒരാൾ ഖൈറുദ്ദേശി യാത്ര പോയി, നാട്ടിൽ നിൽക്കുമ്പോൾ ചെയ്യുന്ന അമലുകളിൽ പലതും പുറത്തുപോയി ചെയ്യാൻ കഴിയില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരു കുഴപ്പമില്ല. നാട്ടിലായാലോ? നാട്ടിലായാൽ നേരെ വിളിത്ത മദ്രസയിലൊന്ന് പോയി നോക്കും, എന്താ ഉസ്താദുമാരുടെ അവസ്ഥ, കുട്ടികളൊക്കെ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഓരോ കമ്മിയുണ്ടോ, എന്താ വേണ്ടത്, ഏതെങ്കിലും ഉസ്താദ് ചായ കുടിക്കാതെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടോ, എന്താ അവർക്ക് പാഠം പഠിപ്പിക്കണമെങ്കിൽ ചായയെങ്കിലും കിട്ടണം, ഉസ്താദ് ആരെയും ചായ കുടിക്കാൻ വന്നത്, അല്ലെങ്കിൽ രാവിലെ ഇറങ്ങി മദ്രസയിൽ പോയി അവർ എടുക്കുമ്പോൾ 7:30 മണിക്ക് ക്ലാസ്സിൽ തുടങ്ങേണ്ട സ്ഥാപനത്തിൽ 7 മണിക്ക് തുടങ്ങേണ്ട സ്ഥാപനത്തിൽ 6:50 എത്തി 4-5 ആക്കുള്ള കാൽച്ചായം കൊണ്ട് ഓടിച്ചോളി. എന്നിട്ട് ഇതൊക്കെ അവൻ ചെയ്തിരുന്നു. ഗൾഫ് പോയി ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചവൻ പഠിച്ചവനെ നാട്ടിലാണെങ്കിൽ പള്ളി, മദ്രസ, ദീന്, കുട്ടികൾ. ഏത് കുട്ടിക്കാ പുസ്തകം കഴിഞ്ഞ് പുസ്തകം വാങ്ങാൻ പൈസ ഇല്ലാത്തത്? ഏത് കുട്ടിക്കാ പേനില്ലാത്തത്? ഇപ്പോൾ അതൊന്നും നോക്കാൻ കഴിയുന്നില്ല. പള്ളികളെ ഹവള് ദിവസം ഒന്ന് തേച്ച് 2 ദിവസത്തിൽ ഒരിക്കലും തേച്ച് കഴിക്കുന്നു, ഇപ്പൊ അതിന് കഴിയുന്നില്ല. പള്ളിയിലെ പായ ഒന്ന് തട്ടി വെച്ചിരുന്നു, ഇപ്പൊ കഴിയുന്നില്ല. കുഴപ്പമില്ല. അവൻ എത്ര കാലം ഗൾഫിലാണോ പുറത്താണോ അത്രയും കാലം പണ്ട് ചെയ്തിരുന്ന റിക്കാർഡ് അല്ലാഹു എഴുതി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. കുടിക്കള് രോഗിയായാൽ ഇത് വിചാരമുള്ളത്. നിങ്ങൾ ചിന്തിക്കി. എത്രയോ രോഗികളുണ്ട്, മനസ്സിന് ആരോഗ്യമുണ്ട്, അപ്പോൾ തഹ്മീദല്ലാതെ അവരെ നാവിൽ നിന്ന് വരികയില്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എത്രയോ ആരോഗ്യവാന്മാരുണ്ട്, അവരെ മനസ്സിന് ആരോഗ്യമില്ല. അപ്പോൾ മനസ്സറിഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലാൻ അവർക്കൊട്ട് കഴിയൂല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ആരോഗ്യം പാടുണ്ട്, പക്ഷേ അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞാൻ കഴിയില്ല.
എന്താ മനസ്സറിഞ്ഞൊരു അൽഹംദുലില്ലാ ചെല്ലിയാല്? പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അഷ്റഫെ, എന്താ അതിന്റെ കൂലി പറയും? ഈ കൂട്ടത്തിൽ ഏതെങ്കിലും പണ്ട് ക്ലാസ്സിന് സ്ഥിരമായി വന്നിരുന്ന ആളുകൾ ഒരാൾ പറയും, മനസ്സറിഞ്ഞ് ഒരു അൽഹംദുലില്ലാ ചെല്ലിയാൽ അബ്ദുള്ള പറയും. ഇല്ലെങ്കിൽ ഞാൻ പറയാം, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, 10 സെക്കൻഡ്. അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. മനസ്സറിഞ്ഞ് ഒരു അൽഹംദുലില്ലാ അത് മീസാനെ നിറക്കും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ആമീൻ. ഉറക്ക മനസ്സറിഞ്ഞ് അല്ലാഹ് കൽബിന്റെ കണ്ണാടിയിൽ അല്ലാഹു എന്ന ചിന്ത പതിപ്പിച്ച് എന്റെ റബ്ബ് എനിക്കെന്തിനും പോന്നവനാണ്, എനിക്കെന്റെ റബ്ബ് നിറച്ച് തന്നിട്ടുണ്ടെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ അൽഹംദുലില്ലാ ചെല്ലുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. ആ മീസാൻ നിറച്ചളയും എന്റെ റബ്ബിനിക്കുമ്പോൾ മതി. അതൊരു സമ്പ്രദായം അല്ല, അത് കേവലം ഒരു ദിക്കും അല്ല. പിന്നെ അതെന്താണ്? അത് ഖൽബിൽ മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ സമ്പന്നതയാണ്. അൽഹംദുലില്ലാഹ് കേട്ടു ഉറങ്ങിപ്പോകല്ലേ, പറഞ്ഞത് മനസ്സിലാക്കി. കച്ചവട പീടിക തുടങ്ങിയിട്ട് അതിന് നിരപ്പളി തുറക്കാതെ വന്നൊരു ഈ കൂട്ടത്തിലുണ്ട്. എന്തിന് രാവിലെ ഇവിടെ വന്നു? ഇത് പഠിക്കാനല്ലാതെ. കച്ചവട പീടിക പെരിന്തൽമണ്ണക്കടുത്ത് കച്ചവട പീടിക തുറന്നിട്ട് അത് ഇന്ന് ഷട്ടർ പൊക്കാൻ കഴിയാതെ ഇവിടെ ക്ലാസ്സിന് വെള്ളിയാഴ്ച വരുന്നവരുണ്ട്. ഈ കൂട്ടത്തിലുണ്ട്, ഉണ്ട്. കൊയിലാണ്ടിയിൽ നിന്ന് വരുന്നവരുണ്ട്, പെരിന്തൽമണ്ണ നിന്ന് വരുന്നവരുണ്ട്, ഇതിന് അപ്പുറത്തുനിന്ന് വരുന്നവരുണ്ട്, ഇടുക്കിയിൽ നിന്ന് വന്ന ആളൊരാളുണ്ട് ഈ കൂട്ടത്തിൽ. എന്തിനു വന്നത്? ഇത് പഠിക്കാനല്ലെങ്കിൽ എന്തിനാ വന്നത്? അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ചിന്തിക്ക്. അൽഹംദുലില്ലാഹ് എത്ര ആളുകൾ ഉണ്ട് രോഗികളാണ്, പക്ഷേ മനസ്സിന് സൗഖ്യമാണ്. നിറവ എന്താ അൽഹംദുലില്ലാഹ്? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഗിനാ ഖൽബിൽ മുഅ്മിനായ അബ്ദിന്റെ മനസ്സിന്റെ സമ്പന്നതയാണ്. അപ്പോൾ പിന്നെ അവൻ ഫഖീറാവൂല. എന്നാൽ അവൻ ഫഖീറാണ് ഇലല്ലാഹ്. വഹുവൽ ഗനിയ്യു ബില്ലാഹ്. അവൻ അല്ലാഹനെ കൊണ്ട് ഗനിയാണ്. എന്നാൽ വഫീ റുഅയത്തിൻ നാസി ഫഖീർ, ജനങ്ങളുടെ കണ്ണിൽ ഫഖീറാണ്. എന്നാൽ അല്ലാഹുവിന്റെ അടുക്കലും ഗനിയ, അവന്റെ അടുക്കലും ഗനിയ. ആരെ കൊണ്ട് ഗനിയ? അല്ലാഹനെ കൊണ്ട് ഗനിയ. എന്താ അൽഹംദുലില്ലാഹ്? അൽഹംദുലില്ലാഹ് എന്നാൽ ഗിനാ ഖൽബിൽ മുഅ്മിനീൻ, മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിന്റെ ഗിനയാണ്, ഹൃദയത്തിന്റെ നിറവ നിറച്ചു പോണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കരുളായി കോഴി മലപ്പുറം ജില്ലയിലെ എൻ്റെ അവിടുന്ന് പീടിക തുറക്കേണ്ടത് പീടിക തുറക്കാതെ വന്ന ഒരാളെ കൂട്ടത്തിലുണ്ട്. പൊന്മളന്ന് വന്നവരുണ്ട്, പാണക്കാട് വന്നവരുണ്ട്. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. മനസ്സ് തുറന്ന് എന്താ അൽഹംദുലില്ലാഹ് എന്നാൽ അതൊരവസ്ഥയാണ്. മുഅ്മിനായ മനുഷ്യന്റെ നിറവാണ്, ഹൃദയത്തിന്റെ നിറവാ. അല്ലാതെ ഒന്നുമില്ല, ആരോടും ഒരാവശ്യമില്ല. എന്തുകൊണ്ട്? അവൻ റബ്ബ് ഗനിയ, അവൻ റബ്ബിനെ കൊണ്ട് ഗനിയ. മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. ഒരിക്കൽ ഇറാഖിൽ വെച്ച് ഒരാള്, ഞാൻ രണ്ട് കൊല്ലം മുമ്പ് ഇറാഖിലൂടെ യാത്ര ചെയ്യുന്നു. അങ്ങനെ ഞാനൊരു പള്ളിയിൽ കയറി. അപ്പോൾ ഒരു സാലിഹായ മനുഷ്യൻ അവിടെയുണ്ട്. കാഴ്ചയിൽ തന്നെ ഒരു സാലിഹായ മനുഷ്യൻ. അപ്പൊ ഞാന് നമസ്കാരം ഒക്കെ കഴിഞ്ഞു. ഇറാഖിലാണ്, 2019 അന്ന് എൻ്റെ ഓർമ്മ. ബസ്രയുടെയും ബഗ്ദാദിന്റെയും ഇടയിലുള്ള ഒരു പ്രദേശം. ഞാന് പള്ളി കയറി. അങ്ങനെ ആ പള്ളിയിലെ ഈ ആളെ കണ്ടപ്പോൾ എൻ്റെ അമലൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ദുആ ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് ഫഖീറാണ്, എനിക്കത് ദ്വാരക്കണം. അപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. എങ്ങനെ ഫഖീറാണ്? കൽബിലൊന്നില്ലേ നീ ഫഖീറാണ്? രാജാതിരാജൻ കൽബിലുള്ളവൻ എങ്ങനെ ഫഖീറാവും? പറഞ്ഞത് പറഞ്ഞ് മേലെ പറയും. വഫീ ഖൽബിക മുഹമ്മദുർ റസൂലുള്ളാഹ്, നിന്റെ ഹൃദയത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹ് ഉണ്ട്. വഖാല ഫീ ഹഖ്ഖിഹി
സുബ്ഹാനഹു വ തആല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും അനുഗ്രഹം കൊടുക്കുന്ന അനുഗ്രഹമായി അല്ലാഹു അയച്ചാൽ ഇവിടെ ഉണ്ടാവുമ്പോൾ എങ്ങനെ ഫഖീറാവും? ഇവിടെ ഇയാള് കൈഫ തകൂനു ഫഖീറൻ, പിന്നെ എങ്ങനെ ഫഖീറാവും? എന്റെ ചിന്തയെ മാറ്റിമറിച്ച സന്ദർഭമാണ്. പാട്ടിമറിഞ്ഞു. ഞാൻ ആ സാധുവിനെ കണ്ടത് ആൾ സാധുവാണ്. ആ കിടത്തം കണ്ടാൽ അറിയാം സാധുവാണ്. ഒരു പള്ളിയുടെ ചെരുവിൽ ഒരു സാധു കിടക്കുന്നുണ്ട്. അപ്പൊ ഒരു സ്വാലിയായ മനുഷ്യനായപ്പോൾ ഞാൻ ആ മനുഷ്യൻ ദ്വാരക്കാൻ പറഞ്ഞ ഫഖീറാണ്, ദ്വാരക്കാൻ പറഞ്ഞു. وكيف تكون فقيرا وكيف أنت تكون فقيرا وفي قلبك الله وفي قلبك محمد رسول الله وقال في حقه سبحانه وتعالى وما أرسلناك إلا رحمة للعالمين. رحمة للعالمين. ഇവിടെ ഉണ്ടായിട്ട് ഫഖീറാണ്. എങ്ങനെ വലിയ മുതലാളി ഇവിടെ അല്ലേ? ഏറ്റവും വലിയ മുതലാളിയായ ഉടമക്കാരനും ആ ഉടമക്കാരന്റെ മുതലാളിയായ അടിമയും ഇവിടെ ഉണ്ടായിട്ട് ഫഖീറാണ്. എങ്ങനെ ഖജനാവ് കൊണ്ട് നടക്കരുത്. ദുനിയാവിനെ മുഴുവൻ ശരിയാക്കാനുള്ള ഖജനാവ് ഇവിടെ അല്ലേ? എന്നിട്ട് ഫഖീറാണ്. എങ്ങനെ ഖജനാവ് ഏറ്റി നടക്കണവൻ ഫഖീറാവും? മനസ്സിലായോ? എന്റെ ചിന്തയാൽ മാറ്റിമറിച്ചു. ഞാൻ എന്റെ ജീവിതത്തിൽ പിന്നെ ഞാൻ ഫഖീറാണ് ഒരാളോട് ഒരാൾ പറയാനോട് സമ്മതിച്ചിട്ടില്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ ഫഖീറാണ് എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ എതിർക്കാറുണ്ട്. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ട്? ഇവിടെ ഇല്ലേ അല്ലാഹു റസൂൽ ജല്ല ജലാലായ സുബ്ഹാനല്ലാഹ്, ലോകത്തെ ഏറ്റവും വലിയ ഗനിയല്ലേ സയ്യിദുനാ ജിബ്രീൽ. എന്റെ അവരിൽ ആരുണ്ട്? അവരുടെ കൂടെ ആരുണ്ട്? അല്ലാഹ്. എന്നാ ബാങ്ക് ബാലൻസ് ഉണ്ടോ? ഭൂമിയിലെ 1 ഏക്കർ ഭൂമി ഉണ്ടോ? 10 ഏക്കർ ഭൂമി ഉണ്ടോ ജിബ്രീലിന്? ആകാശത്തുണ്ടാ. ഭയങ്കര ഉഷാറല്ലേ, വലിയ ആളല്ലേ സയ്യിദ് ജിബ്രീൽ. സയ്യിദുനാ ജിബ്രീൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് 1 ഏക്കർ ഭൂമി ഉണ്ടാ? 10 സെന്റ് ഉണ്ടാ? ആരുണ്ട്? അവസാനം മരിക്കുമ്പോഴും വഫാത്താകുമ്പോഴും തന്റെ കുടുംബത്തിന്റെ അത്താഴത്തിന് വേണ്ടി ഒരു ജൂതന്റെ വീട്ടിൽ പടയങ്കി പണയപ്പെടുത്തിയ ആള് മുഹമ്മദ് മുസ്തഫ. മുതലാളിയല്ലേ, വലിയ മുതലാളിയല്ലേ, വലിയ മുതലാളി. സ്വർണത്തിന്റെ കൂമ്പാരം വന്നിട്ട് എനിക്ക് വേണ്ടെന്ന് പറയണമെങ്കിൽ മുതലാളിയുണ്ട്. അല്ല, സ്വർണത്തിന്റെ കൂമ്പാരം വന്നു, പർവ്വതം വന്നു. ഈ ആളോട് പറഞ്ഞു കുറച്ചെടുത്തൂടെ? അപ്പൊ പറഞ്ഞു വേണ്ട. അപ്പൊ എന്താവണം? ഒരാൾ എപ്പോഴാണ് ഒരാൾ വെറുതെ തരാന്ന് പറയുമ്പോ വേണ്ടെന്നറിയാം? പറയും മനുഷ്യന്മാരെ, നമ്മൾ ഇന്നലത്തെ തോട്ടുന്ന മീൻ പിടിച്ചിരുന്നു സങ്കല്പിക്കും. അല്ലെ പുഴയില് നമ്മൾ തണ്ടാടി വിട്ടു, ഏറ്റുമീൻ നന്നാക്കി പിടിച്ചു. നന്നായി നമ്മൾ ഏറ്റുമീൻ പിടിച്ച്, ഏറ്റുമീൻ പിടിക്കാൻ പറഞ്ഞാൽ അതൊരു പ്രത്യേക രസമാണ്. അതിങ്ങനെ മഞ്ഞളും കായം കൂട്ടിയിട്ട് അത് വേവിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ രസമാണ്. അതിങ്ങനെ ചുടുചോറ് കൂട്ടി കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ രസമാണ്. ചിന്തിക്ക്, ഒരാൾ നല്ല ഏറ്റുമീൻ പിടിച്ചിരുന്നു, നല്ല ഏറ്റുമീൻ കിട്ടിയ അങ്ങനെയാള് അത് എമ്പാടുണ്ട്. സഞ്ചി നിറച്ച് കിട്ടി, അയൽക്കാർക്ക് കൊടുക്കൂ, കുടുംബക്കാർക്ക് കൊടുത്തു, അതിലെല്ലാം ഉണ്ട്. അതിൽ പല സൈസ് ഉണ്ട്, പല കട്ലുണ്ട്, കല്ലങ്കാരി ഉണ്ട്, പുസാനുണ്ട്. ഞാൻ പറയട്ടെ, എല്ലാ വാളുണ്ട്, എല്ലാ പുഴയിൽ കയറുന്ന നല്ല നല്ല ഏറ്റുമീനുമുണ്ട്. നമ്മൾ എടുത്തിന്റെ ബാക്കി അയൽക്കാർക്കും കുടുംബക്കാരും ഒക്കെ കൊടുത്തിരുന്ന് നമ്മളിങ്ങനെ പള്ളിയിലേക്ക് ഒന്ന് പോയിട്ട് നിസ്കരിച്ച് പെട്ടെന്ന് വന്ന് ചോറുന്നാന്ന് വിചാരിച്ച് പോകുമ്പോഴാണ് രാവിലത്തെ ചെലവാകാത്ത മീന് കൊണ്ട് ഒരാൾ വിളിക്കണേ. എന്ത് 10 റുപ്യക്ക് വാര്യ. അപ്പൊ നമ്മളെന്താ പറയാ? വെറുതെ കിട്ടിയാലും ആ വാരൻ ഇങ്ങോട്ട് വരാം. എന്റെ ഞാൻ ഇന്നലെ ഫ്രഷായി പിടിച്ച മീന് ഭംഗിയായി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ മീന് കടലിൽ നിന്ന് പുറപ്പെട്ടിട്ട് എത്ര കൊല്ലായി എന്നൊരു വിവരമല്ല. ചിലപ്പോ കഴിഞ്ഞാലും പുറപ്പെട്ടത്. എന്റെ മീൻ അങ്ങനെയല്ല. എന്റെ മീൻ വെള്ളത്തിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം പുറപ്പെട്ടതാണ്, അത് ഇന്ന് രാവിലെ വന്നതാണ്. മനസ്സിലായോ? വീണ്ടും ആവശ്യപ്പെട്ടു നബിയോട്. അൽ ജിബാലു ശുമ്മു മിൻ ദഹബിൻ, ഉയർന്നുയർന്ന വലിയ സ്വർണത്തിന്റെ മലകൾ ഞങ്ങളെ ഒന്ന് എടുത്തൂടെ? റാവദത്തുഹു, വീണ്ടും യാചിച്ചാവശ്യപ്പെട്ടു, യാചിച്ചു. റാവദ എന്ന പദം ഖുർആനിൽ പറയുന്നത് സുലൈഖയുടെ കാര്യത്തിലാണ്. വറാവദത്തുഹു അല്ലതി
هو في بيتها عن نفسه وغلقت الأبواب. കെഞ്ചി കെഞ്ചി ഈ പെണ്ണ് വീണ്ടും വീണ്ടും യൂസുഫിന്റെ ശരീരം ആവശ്യപ്പെട്ടു. റാവദ ത്വലബ ആവശ്യപ്പെട്ടു, റാവദ കെഞ്ചി ആവശ്യപ്പെട്ടു. മനസ്സിലായില്ല? ത്വലബേക്കാൾ ആഴമാണ് റാവദക്ക്. ത്വലബ ആവശ്യപ്പെട്ടു, റാവദ പരമാവധി കെഞ്ചി. യൂസുഫേ, നീ ഒരിക്കലെങ്കിലും നിന്റെ ശരീരം എനിക്കൊന്നു താ എന്ന് സുലൈഖ പറഞ്ഞത് കൊണ്ടാണ് അവിടെ ത്വലബ എന്ന് പറയാതെ റാവദ എന്ന് പറഞ്ഞു. അതിന്റെ കൂടെ ഇല്ലേ? മനസ്സിലായി? ആ പെണ്ണ് അവൾ തനിയെ തന്നെ വാതിലടച്ച് സൗകര്യപ്പെടുത്തുകയും ചെയ്തു. അല്ലാഹുവിൽ അഭയം എന്ന് യൂസുഫ് പറഞ്ഞു അലൈഹിസ്സലാം. യൂസുഫ് അല്ലാഹുവിൽ അഭയം എന്ന് യൂസുഫ് പറഞ്ഞു അലൈഹിസ്സലാം. മുഅ്മിനെ ചിന്തിക്കണം, ചിന്തിക്ക്. ഇതേ വാക്ക എവിടെ? വലിയ വലിയ ഉന്നത കൂറ്റൻ പർവ്വതങ്ങൾ, സ്വർണത്താൽ നിറക്കപ്പെട്ട പർവ്വതങ്ങൾ പുണ്യനബിയോട് ആവശ്യപ്പെട്ടു, ഞങ്ങളെ ഒന്ന് അല്പമെങ്കിലും ഒന്ന് എടുക്കി, അങ്ങ് ഞങ്ങളെ ഒന്ന് സ്വീകരിക്കി. അപ്പോൾ പറഞ്ഞു, എനിക്ക് വേണ്ട. എന്തുകൊണ്ട്? ഖൽബിൽ അല്ലാഹുവിനെ കൊണ്ട് ഗനിയായ ഒരാൾക്ക് ദുനിയാവ് അനാവശ്യമായിരിക്കും. എന്നാൽ നമ്മളെ കാഴ്ചയില് വഫാത്താകുമ്പോഴും തന്റെ അത്താഴത്തിന് വേണ്ടി, കുടുംബത്തിന്റെ അത്താഴത്തിന് വേണ്ടി ജൂതന്റെ വീട്ടിൽ പണയപ്പെടുത്തിയിട്ടുമുണ്ട് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം. ഇത് പ്രസംഗിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? വളരെ ഫഖീറായ, വളരെ മിസ്കീനായ ആളാണ് മുഹമ്മദ് മുസ്തഫ. എന്നാൽ സ്വർണം വന്നിട്ട് പർവ്വതം പോലും സ്വീകരിച്ചതുമില്ല. എന്തുകൊണ്ട്? ഖനിയാണ്. ആരെ കൊണ്ട്? അള്ളാഹിനെ കൊണ്ട്. പിന്നെ ആവശ്യം ഉണ്ടാവില്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അല്ലാഹു മനസ്സറിഞ്ഞ അല്ലാഹു. ഇവിടെ ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്ത്? ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്താ? സൽമാനെ ആട്ടിയോടിക്കാൻ ഉയൈന പറഞ്ഞു. ആരാ സൽമാൻ? പേർഷ്യയിലെ വമ്പൻ പ്രഭുവിന്റെ മകൻ. ദുനിയാവ് കൊണ്ട് ഫഖീറായി, അള്ളാഹുവിനെ കൊണ്ട് ഖനിയായി. ജനങ്ങളെ കാഴ്ചയിൽ ഫഖീർ, എന്നാൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും അടുക്കൽ ഖനി. മനസ്സിൽ ആരേ ഉള്ളൂ? അള്ളാഹുവേ ഉള്ളൂ. മനസ്സിലായി? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്ക്. മഹാനായ പേർഷ്യക്കാരനായ സൽമാൻ അൽ ഫാരിസി, ബഗ്ദാദിലാണ് മഹാനായ സൽമാന്റെ ഖബർ റളിയല്ലാഹു അൻഹു. ബഗ്ദാദിൽ നിന്ന് ഒരു 90 കിലോമീറ്റർ സൽമാൻ പാക്ക് എന്നാണ് പ്രദേശത്തിന്റെ പേര്. അതിന്റെ തൊട്ടടുത്ത് കൈസർ പർവേഷിന്റെ കൊട്ടാരമുണ്ട്. ആ കൊട്ടാരമാണ് മുത്ത് റസൂലുള്ളാഹി ജനിച്ചപ്പോൾ പിളർന്നത്. ആ പൊട്ട് ഇപ്പോഴുമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ആ പ്രദേശത്തിന്, ആ നാട്ടിൽ പിന്നെ ഗവർണറായി വന്നു സയ്യിദുന സൽമാൻ. ഒന്നും മനുഷ്യന്മാരെ ഓർക്കെ സയ്യിദുന സൽമാൻ. മനസ്സിലായില്ലേ? ഇറാഖിലെ വലിയ ഗവർണറായി വന്നു സയ്യിദുന സൽമാൻ. ഈ സൽമാൻ ആരാ? പേർഷ്യയിലെ വലിയ പ്രഭുവിന്റെ മകൻ. അടുത്ത അധികാരം ഏൽക്കേണ്ടവൻ, സമ്പത്തിന്റെ, മഹാസമ്പത്തിന്റെ ഉടമ. നൂറുകണക്കിന് ആളുകൾ വീട്ടിൽ, നൂറുകണക്കിന് കൊല്ലങ്ങളായി അണയാത്ത അഗ്നികുണ്ഡം, അഗ്നി ആരാധകർ, മജൂസികൾ. അതിൽപ്പെട്ട ആളാണ് ആര്? സൽമാൻ. നാട്ടിലെ ഏറ്റവും വലിയ പൂജാരിയാണ്, ഏറ്റവും വലിയ അഗ്നികുണ്ഡത്തിന്റെ ഉടമക്കാരനാണ്. അഗ്നി ആരാധകരിൽ ഏറ്റവും വലിയ സ്ഥാനീയനായ പ്രഭുവാണ് ആര്? സൽമാന്റെ വാപ്പ സയ്യിദുന സൽമാൻ. ഇനി ആ സമ്പത്തൊക്കെ കൈക്കലാക്കേണ്ട ആളാണ് സയ്യിദുന സൽമാൻ. അള്ളാഹുവിനെ തേടി ഇറങ്ങി, വന്ന് മദീനയിലെത്തി. ജൂതന്റെ അടി കൊണ്ട് മുത്ത് റസൂലുള്ളാഹിനെ കിട്ടാൻ വേണ്ടി മുത്ത് മുഹമ്മദ് മുസ്തഫ അവസാനം മുത്ത് നബിയെ കിട്ടി. അപ്പോഴത്തെ ജനങ്ങളെ കണ്ണിൽ ഫഖീറായി, അടിമയല്ലേ. പിന്നെ രംഗം, ഈ രംഗേതാ? ഒരു കരിമ്പടം. ഉച്ചനേരത്ത് ഒരു കരിമ്പടം ധരിച്ചിട്ടുണ്ട് സൽമാൻ. ഉച്ചനേരത്ത് കരിമ്പടം ധരിച്ചു. നല്ല ചൂടുള്ള ദിവസം കരിമ്പടം ധരിച്ചു. എന്തുകൊണ്ട്? ചൂടുള്ള സമയത്ത് കട്ടി വസ്ത്രം ധരിക്കൂല അറബികൾ.
അവർക്ക് വസ്ത്രത്തിന് കണക്കുണ്ട്. നമുക്ക് അങ്ങനെ ചൂടോ തണുപ്പോ ഇല്ലാത്തതുകൊണ്ടാണ് വസ്ത്രത്തിൽ കണക്കില്ലാത്ത. അവർ ശൈത്യകാലത്ത് കട്ടിവസ്ത്രം ധരിക്കും, ചൂട് കാലത്ത് നേർമവസ്ത്രം ധരിക്കും. അറബികൾ മനസ്സിലാവുകൊണ്ട് പറഞ്ഞത്. അനം അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്. നല്ല ചൂടുള്ള കാലത്ത് കമ്പിളി കുത്തിപ്പിടിക്ക, കമ്പിളി ധരിച്ചിട്ടുണ്ട്. കമ്പിളിയെ ഈത്തപ്പന നാരുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. സയ്യിദുനാ സൽമാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പരിശുദ്ധ ദീൻ പഠിക്കുകയാണ് സയ്യിദുനാ സൽമാൻ. ഹബീബ റസൂലുള്ളാഹി സൽമാനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റുയൈനയും മുളർ കബീലക്കാരായ നേതാക്കന്മാരും പണക്കാരും കയറി വന്നത്. അവർ പറഞ്ഞ വാക്കെന്താ? അവർ പറഞ്ഞ വാക്കെന്താ? അവർ വന്ന ഉടനെ പറഞ്ഞത് മുഹമ്മദേ സല്ലല്ലാഹു മുത്തു മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്ന ഉടനെ അവര് പറഞ്ഞതാണ് എന്ത്? അമാ യുഅദീക റീഹു ഹാദാ, മുഹമ്മദേ താങ്കൾക്ക് ഇവന്റെ ഈ വൃത്തികെട്ട വാസന ബുദ്ധിമുട്ടാക്കുന്നില്ലേ? സുബ്ഹാനല്ലാഹ്, നമുക്ക് പറഞ്ഞ മനസ്സിലായോ? ഉയൈനയും ഒരു സംഘം പണക്കാരും മദീനയിലേക്ക് മുസ്ലിമാകാൻ വേണ്ടി വന്നു. മദീന പള്ളിയിലെ ചെരുവിലിരിക്കുകയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. തൊട്ട് മുന്നിൽ ആരുണ്ട്? സൽമാനുണ്ട്. സൽമാന് വസ്ത്രമില്ല, മര്യാദക്ക് വസ്ത്രമില്ലാത്തത് കൊണ്ടല്ലേ ചൂട് കാലത്ത് എന്തായാലും കമ്പിളി ഈത്തപ്പന നാരുകൊണ്ട് കെട്ടിയത്. വന്ന ഉടനെ ഈ പണക്കാർ അവിടെ ഇരുന്നില്ല, ചോദിച്ചു, യാ മുഹമ്മദ് ഇവന്റെ ഈ വാസന നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്നില്ലേ? എന്ത് വൃത്തിയുടെ വാസനയാണിത്? എന്തുകൊണ്ട്? നല്ല ചൂടുകാലത്ത് കമ്പിളി പുതച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം, കമ്പിളിയെ വസ്ത്രമാക്കിയ ഒരാൾക്ക് എന്തുണ്ടാവും? രോമം ചൂടായാൽ ഒരു വാസന വരും. അതിന് പുറമേ വിയർപ്പ് പൊട്ടിയൊഴുകും. ഈ രോമവും വിയർപ്പിന്റെ നാറ്റവും ഒരു പ്രത്യേക ഗന്ധം വരും. ചോദിച്ചത് തന്നെ ഇവന്റെ ഈ വൃത്തികെട്ട വാസന നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നില്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഞങ്ങൾ മുളർ കബീലത്തിലെ പ്രമുഖരാണ്, അവിടുത്തെ ഷറഫാക്കപ്പെട്ടവരാണ്. ഇയാൾ പറയാ ഞങ്ങളും ഇന്റെ ഒപ്പമുള്ള ആളുകളും മുളർ കബീലയിലെ ബൊമ്പന്മാരാണ്, വലിയ ഷറഫാക്കപ്പെട്ടവരാണ്. ഇൻ അസ്ലംന തസ്ലമുൻ നാസ്, ഞങ്ങളെങ്ങാനും മുസ്ലിമായാൽ മുളർ കബീല മൊത്തം മുസ്ലിമാവും. ഇൻ അസ്ലംന, മനസ്സിലായില്ല? ഞങ്ങളെങ്ങാനും മുസ്ലിമായാൽ തസ്ലമുൻ നാസ്, മുളർ കബീല മൊത്തം മുസ്ലിമാവും. വമാ യംനഉന മിൻ ഇത്തിബാഇക ഇല്ലാ ഹൗല, നിന്നെ കൊണ്ട് മുസ്ലിമാവുന്നതിൽ ഞങ്ങൾക്കാകെയുള്ള തടസ്സം ഇത്തരം ആളുകളാണ്. ഇവരെ ഇരിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. മനസ്സിലായില്ലേ? നിന്റെ അടുത്തോന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഇങ്ങനത്തെ ആളുകളാണ്, അവരെ കൂടെ ഇരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഒന്ന് അവരെ മാറ്റി, ഞങ്ങൾ നിങ്ങളെ കൂടെ ഇരിക്കട്ടെ, ഞങ്ങളും മുസ്ലിം ആകട്ടെ. നിങ്ങൾ എന്താ വിചാരിക്കണത്? ഇസ്ലാമിയത്തുണ്ടാകാനല്ലേ മുത്തുനബി വന്നത്? ഒന്ന് പറയും മനുഷ്യന്മാരെ, നിങ്ങൾ എന്താ രാവിലെ വന്നിരിക്കുന്നത്? ജനങ്ങൾ മുസ്ലിമാക്കലല്ലേ റസൂലുള്ളാഹിന്റെ ഉത്തരവാദിത്വം? പറയും മനുഷ്യന്മാരെ, ജനങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ പറഞ്ഞു കൊടുക്കലല്ലേ റസൂലുള്ളാഹിന്റെ ഉത്തരവാദിത്വം? ഈ ജനങ്ങൾ ആരാ? 360 വിഗ്രഹങ്ങൾക്ക് കുമ്പിടുന്നവര്. ഇവരെ ഇന്ന് രക്ഷപ്പെടുത്താനല്ലേ ഏറ്റവും വലിയ പരിപാടി? അത് ഏൽപ്പിക്കപ്പെട്ട ആളല്ലേ മുഹമ്മദ് മുസ്തഫ? അവരെ ഒഴിവാക്ക്. ഞങ്ങളൊന്ന് പിൻപറ്റട്ടെ, ഞങ്ങൾക്ക് മുസ്ലിമാണല്ലോ. ഏത് നേരം ഇവരെന്നെ ഇരുത്തിയിട്ട് ഞങ്ങൾക്ക് മുസ്ലിമാവട്ടെ. ഞങ്ങൾക്ക് ഇസ്ലാമിനോട് വിരോധമില്ല, ഞങ്ങൾക്ക് ആകെ വിരോധം ആരോടാണ്? ഈ സൈസിന്റെ ഒപ്പം ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് വരെ ഇരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ മുതലാളിമാർക്ക് ഒരു മജ്ലിസും ഈ തരം പാവപ്പെട്ടവർക്ക് വേറെ മജ്ലിസും ആക്കിക്കോ. ഈ അവരുടെ കൂടെ ഇരുന്നോ, ഞങ്ങൾ ഇരിക്കൂല. അതൊക്കെ പറഞ്ഞ് മനസ്സിലായോ? വളരെ ചിന്തിക്കണം. മുതലാളിമാരെ ഒരു ദിവസം കല്യാണത്തിന്, സാധുക്കൾക്ക് പിറ്റേന്ന് പരക്ക കല്യാണം നടത്തുന്ന ഇന്നത്തെ ആജന്മാരും തൊപ്പിക്കാരും ആലോചിക്കേണ്ടതാണ്. അപ്പുറം പറയണമെന്നുണ്ട്, പിന്നെ അവർക്ക് ദേഷ്യം പിടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുറക്കണം. മുതലാളിമാര്, നേതാക്കന്മാര്, മന്ത്രിമാർക്ക് ഒരു ദിവസം, മറ്റവർക്ക് വേറെ ദിവസം.
ജഅലനാ മജ്ലിസൻ വലഹും മജ്ലിസൻ. ഞങ്ങൾക്കും അവർക്കും വേറെ വേറെ, അവരെ കൂടെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റൂല. ചിന്തിക്കണം, ചിന്തിക്കണം. ജഅലനാ മജ്ലിസൻ വലഹും മജ്ലിസാ, ജഅലനാ മജ്ലിസൻ വലഹും മജ്ലിസാ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിച്ചാളി, ഓരോരുത്തരും ചിന്തിച്ചോളൂ. ചിന്തിക്കണം. ഭക്ഷണത്തിന് വരുന്നിടത്ത് ഒന്നോ രണ്ടാൾ നിൽക്കും. അവൻ ഏത് ഗാലറിയിലേക്ക് മാറ്റേണ്ടത്, അങ്ങനത്തെ കല്യാണത്തിനും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മനസ്സിലായില്ല? ഭക്ഷണം കൈ കഴുകി വരുന്നിടത്ത് രണ്ടാളുണ്ടാവും. അവർ പറയും അത് നിങ്ങൾ ഇങ്ങോട്ട് പോയിക്കോളി, മറ്റുള്ള അങ്ങോട്ട് പോയിക്കോട്ടെ. അതുകൊണ്ട് മുതലാളിമാരെ മജ്ലിസാണ്, ഒരു മുതലാളിമാരെ പത്രമാണ്. നിങ്ങൾ മുതലാളിമാരെ കൂട്ടത്തിൽ ഇരിക്കുക. നിങ്ങൾ പത്രത്തിലൊക്കെ ഫോട്ടോ വരുന്ന മൂല്യരാണല്ലോ, ഒപ്പം വന്നാള് ഇവിടെ വിചാരിക്കരുത്. എന്നെ കഴിഞ്ഞ്